അപ്പൊ വീണ്ടും നമ്മളുടെ ആരാണ് നമ്മുടെ വില്ലൻ വന്നു അല്ലെ. ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന വില്ലൻ വന്നു. ട്രിഗ്നോമെട്രിയുടെ ഏറ്റവും നമുക്ക് കൺഫ്യൂസിങ് അല്ല, പലരും കൺഫ്യൂസിങ് പറയുന്ന ഒരു പോർഷൻ ആണിത്. പക്ഷെ എന്താണ്, ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. വളരെ സിമ്പിൾ ആയിട്ട് 2-3 സ്റ്റെപ്പിൽ നമുക്ക് ആ ഒരു 5 മാർക്ക് നമ്മുടെ കയ്യിൽ നിന്നായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുക. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദി എഡ്ജ് ഓഫ് എ കനാൽ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ അറ്റ് ദി അതർ എഡ്ജ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. Stepping 10 meters back, he sees the tree at an elevation of 30 degree. The boy is 1.5 meter tall. Draw a rough figure. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു കുട്ടി എന്താണ് അപ്പർ സൈഡിലുള്ള ഒരു ബിൽഡിംഗ് നോക്കുകയാണ്. ബിൽഡിംഗ് അല്ല, ട്രീ ആണ് നോക്കുന്നത്. ഒരു ട്രീ അപ്പർ സൈഡിലുള്ള ഒരു കനാലിന്റെ സൈഡിൽ നിന്നിട്ട് അപ്പർ സൈഡിലുള്ള ട്രീ നോക്കുന്നു. ആ ട്രീയുടെ ഹൈറ്റ് കണ്ടുപിടിക്കുക. അല്ല, ഹൈറ്റ് തന്നിട്ടില്ല. നമ്മളോട് ചോദിച്ചാൽ ആ ട്രീയുടെ ടോപ്പ് കാണുന്നത് 60 ഡിഗ്രി എലവേഷനിലാണ്. ആ കുട്ടി വീണ്ടും എന്ത് ചെയ്തു, ഒരു കുറച്ചൊരു 10 മീറ്റേഴ്സ് പുറകോട്ട് ഇറങ്ങിയെന്ന്. അപ്പൊ നോക്കിയപ്പോൾ എത്രയാണ്, 30 ഡിഗ്രിയാണ് എലവേഷൻ. കുട്ടിയുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റഫ് ഫിഗർ വരയ്ക്കുക. ദെൻ കാൽക്കുലേറ്റ് വിഡ്ത്ത് ഓഫ് ദി കനാൽ ആൻഡ് ഹൈറ്റ് ഓഫ് ദി ട്രീ. കനാലിന്റെ വിഡ്ത്ത് വേണം, ട്രീയുടെ ഹൈറ്റും വേണം. റഫ് ഫിഗർ വരയ്ക്കാം. എ പാർട്ട് ക്വസ്റ്റ്യൻ. ആദ്യം ഒരു കനാലുണ്ട്, കനാലിന്റെ അപ്പുറത്തൊരു ട്രീ നിൽക്കുന്നുണ്ട് അല്ലെ, അതാദ്യം വരയ്ക്കാം. അപ്പൊ ഈ ട്രീയുടെ കുട്ടിക്ക് ഹൈറ്റ് പറഞ്ഞിരിക്കുന്ന കുട്ടീനെ നമ്മൾ വരയ്ക്കണം. കുട്ടിക്ക് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടീനെ നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു സ്ട്രേറ്റ് വ്യൂ കൂടി കിട്ടാൻ ഞാൻ ഇതുകൊണ്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് എത്രയാണ്, 1.5. ഞാൻ എ ബി എന്ന കനാലിനെ വിളിക്കുകയാണ്, ബി സി എന്ന ട്രീനെ വിളിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എത്രയാണ് ആംഗിള് 60 ഡിഗ്രിയാണ്. ആ കുട്ടി ഒരു 10 മീറ്റർ ബാക്കിലേക്ക് പോട്ടെ. അപ്പൊ എത്രയായി, ഇവിടെ 10 മീറ്റർ ബാക്കിലേക്ക് പോയി. ആ പോയിന്റ് ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്യാണ്. അപ്പൊ 10 മീറ്റർ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ആ കുട്ടിയുടെ ഹൈറ്റ് നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കണം. ഇത് കൃത്യമായിട്ട് വരയ്ക്കണം. എഗെയിൻ ഇവിടെ 1.5 വന്നു. 10 മീറ്റർ ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് ആ കുട്ടി വീണ്ടും സെയിം ട്രീയിലേക്ക് തന്നെ നോക്കുകയാണ്. അപ്പൊ അവിടുത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായി, 30 ഡിഗ്രി ആയി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളോട് റഫ് ഫിഗർ വരയ്ക്കാൻ പറഞ്ഞു. റഫ് ഫിഗർ നമ്മൾ വരച്ചു. ഇതിനകത്ത് എ ബി എന്ന് പറയുന്നതാണ് കനാല്, ബി സി എന്ന് പറയുന്നത് ആരാണ്, ട്രീയുടെ ഹൈറ്റ് ആണ്. ഇത് നമുക്കാണെങ്കിൽ ഈ ഒരു പോയിന്റിന് പി എന്നും ഇതിനെ ക്യൂ എന്നും വിളിക്കുക. അപ്പൊ എന്താണ്, എ പി എന്ന് പറയുന്ന കുട്ടിയുടെ ഹൈറ്റ് ആണ്. ദെൻ പി ക്യു ആർ, ഇവിടെ ഒരു ആർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 1.5 വരും. അപ്പൊ ഈ ആർ സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ ഒരു ആർ സിയുടെ കൂടെ 1.5 ആഡ് ചെയ്താൽ ട്രീയുടെ ഹൈറ്റ് കിട്ടും. ഇനി എ ബി എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പി ആർ എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് എ ബിയും വരിക. അതാണ് ഇത് കനാലിന്റെ വിഡ്ത്ത്. അപ്പൊ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, കനാലിന്റെ വിഡ്ത്തും കണ്ടുപിടിക്കണം, കുട്ടിയുടെ ഹൈറ്റും കണ്ടുപിടിക്കണം. ഈ രണ്ട് കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ആംഗിൾ ക്യു പി സി എന്ത് വരും? ഓക്കെ, അവിടെ ലീനിയർ പെയർ ആണല്ലേ, ക്യു പി സി എന്ന് പറഞ്ഞ ലീനിയർ പെയർ ആണ്. ഇവിടെ 60 വന്നു കഴിഞ്ഞാൽ മറ്റൊരുത്ത് 120 ആയിരിക്കും വരിക. സ്വാഭാവികമായിട്ടും ആംഗിൾ ക്യു സി പി, അതായത് മുകളിലുള്ള ഈ ആംഗിൾ ക്യു സി പി എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. ഈ ആംഗിൾ എത്ര തന്നെ വരും, 30 തന്നെ വരും അല്ലെ, 30 തന്നെ വരും. ഈക്വൽ ടു 30 തന്നെ വന്നു. അങ്ങനെ വരുമ്പോൾ ട്രയാംഗിൾ ക്യു പി സി എന്താണ്, ഈസ് ഐസോസെലസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ എന്തായി, ഐസോസെലസ്. ആംഗിളിൽ വ്യത്യാസമുള്ളൂ, പക്ഷെ എന്താണ്, ഐസോസെലസ് ട്രയാംഗിൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും 30ക്ക് ഓപ്പോസിറ്റ് ഇവിടെ 10 ആണെങ്കിൽ ഈ 30യുടെ ഓപ്പോസിറ്റ് ഇവിടെ കിടക്കുന്നത് ഈ ഒരു സൈഡ് 10 ആണെങ്കിൽ ഈ 30ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡ് പി സി. ദെയർഫോർ പി സി ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും, ക്യു പി ഈക്വൽ ടു 10 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ സൈഡ് നമുക്ക് എത്രയാന്ന് കിട്ടി, ഈ സൈഡ് നമുക്ക് 10 മീറ്റർ ആണെന്ന് കിട്ടി. എങ്ങനെ കിട്ടിയത്, അതൊരു ഐസോസസ് ട്രയാംഗിൾ ക്യു പി സി എന്ന് പറയുന്ന നമ്മൾ ആ ബ്ലൂവിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന എന്താണ്, അതൊരു ഐസോസസ് ട്രയാംഗിൾ ആണ്. കാരണം അവിടെ 60 വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പുറത്ത് 120 വരും. 120 വന്നിട്ട് ഇവിടെ 30 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മുകളിൽ 30 തന്നെ വരുന്നത്. അപ്പോൾ ഒരു ഐസോസസ് ട്രയാംഗിൾ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് വരണം 10 ആണെങ്കിൽ മറ്റേതും 10 തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടതാണ് ട്രയാംഗിൾ പി ആർ സി കൺസിഡർ ചെയ്യുക. ട്രയാംഗിൾ പി ആർ സി, അതിന്റെ റേഷ്യോസ് നോക്കിയേ. ഒരു ആംഗിള് 60 ആണ്, ഈ ആംഗിൾ 90 ആണ്. സ്വാഭാവികമായിട്ട് ഈ ആംഗിൾ എത്രയായിരിക്കും, 30, 60, 90യിലേക്ക് വരും. കാരണം ഒരു ട്രയാംഗിൾ അല്ലേ, സ്വാഭാവികമായിട്ടും 30, 60, 90യിലേക്ക് വരില്ലേ. പി ആർ സി എന്താണ്, ആംഗിൾസ് എന്ത് വന്നു, ആംഗിൾസ് 30, 60, 90 റേഷ്യോയിൽ വന്നു. അങ്ങനെ വന്നാൽ സൈഡ്സ് ഏത് റേഷ്യോയിൽ വരും, സൈഡ്സിന്റെ റേഷ്യോ 1:√3:2 എന്ന് വരും.
ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന 10 മീറ്റർ ആരുടെ ഓപ്പോസിറ്റ് ആണ്? 10 മീറ്റർ ആരുടെ ഓപ്പോസിറ്റ് ആണ്? 10 മീറ്റർ എന്ന് പറയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 10 മീറ്റർ ഇവിടെ കൊടുക്കുക. ഇപ്പൊ 10 മീറ്റർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 10 ഡിവൈഡ് ബൈ 2 5 എവിടെ ആയിരിക്കും വരാ? ഫസ്റ്റത്തെ റേഷ്യോ പാർട്ടിൽ 5 വരും. ഇവിടെ എന്ത് വരും? 5√3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, എന്ത് ചെയ്താൽ മതി? ഈ റേഷ്യോനെ, സൈഡ്സിന്റെ റേഷ്യോനെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം വരും 5√3 10 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ സൈഡ്സ് കിട്ടി? 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആരാണ്? CR. ഇതാണ് CR. ദെൻ 30ക്ക് ഓപ്പോസിറ്റ് ആരാണ്? PR. ഇനി നമുക്ക് എന്ത് എഴുതാം? കനാൽ, വിഡ്ത്ത് ഓഫ് കനാൽ, വിഡ്ത്ത് ഓഫ് കനാൽ, വിഡ്ത്ത് ഓഫ് കനാൽ ഈക്വൽ ടു ഏതാണ്? വിഡ്ത്ത് ഓഫ് കനാൽ എന്ന് പറയുന്നത് AB ആണ് അല്ലെ? AB ആണ് വിഡ്ത്ത് ഓഫ് കനാൽ. AB എന്തിനോട് ഈക്വൽ ആണ്? AB തൊട്ട് മുകളിൽ കിടക്കുന്ന PR-നോട് ഈക്വൽ ആണ്. AB ഈക്വൽ ടു PR ആണ് വരിക. ആ സൈഡ് എത്രയാണ്? PR നമുക്ക് 5 എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് 5 മീറ്റർ ആണ് എന്ത്? കനാലിന്റെ വിഡ്ത്ത് വരിക. ദെൻ ഹൈറ്റ് ഓഫ് ട്രീ, ഹൈറ്റ് ഓഫ് ട്രീ ഈക്വൽസ്, മൊത്തം ഹൈറ്റ് എത്ര വരും? നമുക്കറിയാം BR-ഉം RC-യും ആഡ് ചെയ്യണം. BR പ്ലസ് RC, കാരണം കുട്ടിയുടെ ഹൈറ്റും കൂടി ആഡ് ചെയ്യണം. അപ്പൊ BR എത്രയാണ്? 1.5 മീറ്റർ ആണ്. RC നമുക്കിപ്പോ കിട്ടി എത്രയാണ്? 5√3 ആണ്. ഇതിങ്ങനെ തന്നെ ഇട്ടാൽ 1.5 പ്ലസ് 5√3 മീറ്റർ. ഇത്രയും മീറ്റർ ആണ് എന്ത്? ഹൈറ്റ് ഓഫ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങളോട് √3യുടെ വാല്യൂ സ്പെസിഫിക് ആക്കാൻ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1.73 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കൃത്യമായിട്ട് എഴുതാം. പക്ഷെ അങ്ങനെ സ്പെസിഫിക് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം ഫിഗർ കൃത്യമായിട്ട് വരച്ച പറഞ്ഞ കാര്യങ്ങൾ വെച്ച് കുട്ടിയുടെ ഹൈറ്റ് നിങ്ങൾ മിസ്സായി പോകരുത്. കുട്ടിയുടെ ഹൈറ്റ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫിഗറിൽ ഉണ്ടാവണം. ദെൻ എന്ത് ചെയ്യണം? തന്നിരിക്കുന്നത് വെച്ച് ആദ്യം 60 ഡിഗ്രി ആംഗിൾ ആയിരുന്നു. ദെൻ പുറകോട്ട് 10 മീറ്റർ ഇറങ്ങിയിട്ട് നോക്കിയപ്പോൾ 30 ഡിഗ്രി ആയി. ഫിഗർ വരച്ചു. ഫിഗർ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നോക്കേണ്ടത് ഐസോസസ് ട്രയാങ്കിൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിലും സെയിം ഐസോസസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വന്നിരുന്നു. ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ 60 വന്നുകൊണ്ട് ലീനിയർ പെയർ ആയതുകൊണ്ട് ഈ ഒരു ആംഗിള് എന്ത് വന്നു? 120. ഈ ഒരു ആംഗിള് 120 വന്നു. ആംഗിൾ 120 വന്നപ്പോൾ മറ്റേന്തായി? 30 വന്നു. എഗൈൻ ഐസോസസ് ട്രയാങ്കിൾ കിട്ടി. ഒരു സൈഡ്, രണ്ട് സൈഡ് നമുക്ക് 10 കിട്ടി. ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിളിലേക്ക് വന്നു. അടുത്ത ട്രയാങ്കിൾ നമുക്ക് വന്നപ്പോൾ എന്താണ്? 30, 60, 90 ആണ്. അവിടുത്തെ റേഷ്യോ നമ്മൾ യൂസ് ചെയ്തു 1:√3:2. ആ റേഷ്യോ യൂസ് ചെയ്ത് രണ്ട് സൈഡ് കണ്ടുപിടിച്ചു. ആ സൈഡ്സ് ഏതൊക്കെയാണ്? കനാലിന്റെ വിഡ്ത്ത് എവിടെയാണ് വരേണ്ടത്, അതുപോലെ തന്നെ ട്രീയുടെ ഹൈറ്റിന് ഏതാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു. ഉത്തരത്തിലേക്ക് എത്തി. എളുപ്പമല്ലേ? നമ്മൾ വിചാരിച്ചത്ര പാടുന്നില്ലല്ലോ. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ, അപ്പൊ ട്രിഗ്നോമെട്രിയും അത്ര വലിയ വില്ലൊന്നുമല്ല. നമ്മൾ അതും ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 25 അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 25, ഡ്രോ എ ട്രയാങ്കിൾ ABC in which AB equal to 7, BC equal to 6, AC equal to 5. Draw its incircle, measure and write the radius of incircle. Incircle വരയ്ക്കാൻ ഓർമ്മയുണ്ടോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നല്ലേ? അപ്പൊ ഇൻസർക്കിൾ വരയ്ക്കാൻ വേണം. ഇൻസർക്കിൾ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം, അല്ലെങ്കിൽ സൈഡിന്റെ ബൈസെക്ടർ വരയ്ക്കണം. ഏതെങ്കിലും ഒരു ബൈസെക്ടർ വരയ്ക്കുക. ആദ്യം എന്ത് ചെയ്യണം? ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് AB 7, BC 6, AC 5. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ABC, ഞാനൊരു റഫ് ഫിഗർ ആണ് ഇവിടെ നിലവിൽ വരയ്ക്കുന്നുള്ളൂ. അപ്പൊ ABCയില് AB 7, BC 6, AB 7, BC 6 ആണ്, AC 5 ആണ്. പിന്നെ എന്താ ചെയ്യാം? ഒന്നുകിൽ സൈഡിന്റെ ബൈസെക്ടർ, ഈ AB എന്ന് പറയുന്നതിന് എന്ത് ചെയ്യാം? ABയുടെ ഹാഫിലധികം ലെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, ആർക്ക് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇതുപോലെ സെന്റർ കണ്ടുപിടിക്കുക ലൈനിന്റെ. ഓക്കെ, ഇവിടെ ആർക്കിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെന്റർ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ സൈഡിന്റെ കണ്ടുപിടിക്കുക, AC കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ BCയുടെ ആയാലും മതി. BCയുടെ ബൈസെക്ടർ വരയ്ക്കുക. BC എന്ന് പറയുന്ന സൈഡിന്റെ ബൈസെക്ടർ വരയ്ക്കുക. ഇങ്ങനെ ആയിരിക്കും പോവാ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഹാഫിലധികം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ബിയിൽ നിന്ന് ഹാഫിലധികം എന്ത് ചെയ്യുക? അതുപോലെ തന്നെ സിയിൽ നിന്നും ഹാഫിലധികം എടുത്ത് കട്ട് ചെയ്യുക. ഈ പോയിന്റ് സെന്റർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് സെന്റർ ആയിട്ട് ഇങ്ങനെ ആയിരിക്കണം സർക്കിൾ വരേണ്ടത്. ഓക്കെ, ഓൾമോസ്റ്റ് 3 സൈഡ്സും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ സർക്കിള് വരേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻസർക്കിൾ വരച്ചത് അല്ലെ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെയിം സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആംഗിൾ ബൈസെക്ടർ വെച്ച് വരയ്ക്കാം. ഈ ആംഗിൾ ബൈസെക്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആംഗിൾ ബൈസെക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ സെന്റർ കണ്ടുപിടിക്കാം. സെന്റർ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാം? ഈ രീതിയിൽ
ഇൻസർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഇതാ ടാൻജന്റ് ഒരു പ്രോപ്പർട്ടി എന്നതിലേക്കാണ് നമുക്ക് ഇൻസർക്കിൾ വരുന്നത് അല്ലെ. ക്ലിയർ ആണെന്ന് വിചാരിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ഷൻ പാർട്സ് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, ഞങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് കൃത്യമായിട്ട് സ്കെയിലും കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക. ബൈസെക്ടർ വരയ്ക്കുന്നതും സ്കെയിലും കോമ്പസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അതിനുശേഷം സർക്കിൾ വരുന്നതും കോമ്പസും പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട് പാർട്ട് ഉണ്ട്. എ പാർട്ട്, എ സോളിഡ് മെറ്റാലിക് സ്ഫിയർ ഓഫ് റേഡിയസ് 6 cm is cut into 2 equal halves. What is the surface area of each hemisphere? ഓക്കെ, അപ്പൊ നമ്മളൊരു സ്ഫിയർ ഉണ്ടായിരുന്നു. ആ സ്ഫിയർ കട്ട് ചെയ്ത് 2 ഹെമിസ്ഫിയർ ആക്കി. അപ്പോൾ ഓരോ ഹെമിസ്ഫിയറിന്റെയും സർഫസ് ഏരിയ ആണ് ചോദ്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ശ്രദ്ധിക്കണം, ഹെമിസ്ഫിയർ ആക്കുമ്പോൾ മുകളിലെ പോർഷൻ ഉണ്ടാവും, താഴെ ബേസ് സർക്കിളും ഉണ്ടായിരിക്കും. അത് ശ്രദ്ധിച്ചോളാം. One of this hemisphere is melted and recast into a cone of same radius. Find the height of the cone. ഓക്കെ, രണ്ടും രണ്ട് രീതിയിലാണ് ചെയ്യുക. അപ്പൊ 26ാമത്തെ ക്വസ്റ്റ്യനിൽ എ റേഡിയസ് ഈക്വൽ 6 cm ആണ്. അങ്ങനത്തെ ഒരു സ്ഫിയറിന് നിങ്ങൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് 2 ഹെമിസ്ഫിയർ ആക്കി അതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താണ്? 4πr² ആണ് വരിക. ഇനി അതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പുറത്തുള്ള ഭാഗത്ത് എന്ത് വരും? 2πr² വരും അല്ലെ. മൊത്തം ഒരു സ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു സർക്കിൾ പോലെ തന്നെയാണ് ഇരിക്കുക. അതിൽ ഹെമിസ്ഫിയർ നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 4πr²ല് 2πr² ഇവിടെയും 2πr² ഇവിടെ ആയിരിക്കും വരിക. ഓക്കെ, സർഫസിൽ. ഇനി ഈ ബേസ് നമ്മൾ സ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരു ബോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഭാഗത്താണ് ഇത് 2πr² വരിക. ബേസിൽ എന്ത് വരും? ഒരു സർക്കിൾ ഉണ്ട് അല്ലെ, അവിടെയും ഒരു πr² വരും. അപ്പോൾ അവിടെ മൊത്തം 2πr² സർഫസിലും ബേസിലും ഒരു πr² വരും. മൊത്തം 3πr² ആണ് എന്ത് വരിക? സർഫസ് ഏരിയ വരിക. ദെൻ 3πr എന്ന് പറയുമ്പോൾ 6 ആണ്. 6² ദാറ്റ് ഈക്വൽസ് 36 into 3π എന്നാണ് വരിക. 36 into 3 എന്ന് പറഞ്ഞാൽ 108 π cm² എന്നാണ് അതിന്റെ സർഫസ് ഏരിയ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് എന്താണ്? സർഫസ് ഏരിയ ആണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ സർഫസ് കൺസിഡർ ചെയ്യണം. നമുക്ക് കേർവ്ഡ് സർഫസ് എന്നല്ല പറഞ്ഞത്. നമുക്ക് സ്ഫിയർ ആണെങ്കിൽ സർഫസ് ഏരിയ ആകെ ഒരെണ്ണേ ഉള്ളൂ. നമുക്ക് കേർവ്ഡ് അല്ലെങ്കിൽ അങ്ങനെ എന്താണ് ബേസ് ഏരിയ ഒന്നും വരാനില്ല. പക്ഷെ ഹെമിസ്ഫിയർ ആകുമ്പോൾ അവിടെ ബേസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2πr² മാത്രം മതി. പക്ഷേ ജസ്റ്റ് സർഫസ് ഏരിയ എന്നാണ് പറയുന്നത് എന്ത് ചെയ്യുക? ഒരു πr² ആഡ് ചെയ്യുക. അതായത് 3πr² വെച്ചിട്ട് വേണം ഉത്തരം കണ്ടുപിടിക്കാൻ. ക്ലിയർ ആണല്ലോ. നമുക്ക് ബി പാർട്ടിലേക്ക് പോവാം. ഇതില് ഒരു ഹെമിസ്ഫിയർ എടുത്തു. ആ ഹെമിസ്ഫിയറിനെ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് എന്താക്കാണ്? ഒരു കോണാക്കാണ്. ഓക്കെ, മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് കോണാക്കി. കോണിന്റെ റേഡിയസ് ഞാൻ മാറ്റിയിട്ടില്ല. ആ കോണിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ കോൺ എത്ര വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ മെൽറ്റിംഗ് റീകാസ്റ്റിംഗ് പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഈക്വൽ ആയിട്ട് വരുന്നതാണ് വോളിയം വെച്ചിട്ടാണ്. മെൽറ്റിംഗ് റീകാസ്റ്റിംഗ് പ്രോബ്ലം വന്നാൽ അവിടെ എന്തായാലും ആര് വരണം? വോളിയം വരണം അല്ലെ. അപ്പൊ വോളിയങ്ങൾ തമ്മിലാണ് ഇവിടെ ഇക്വേറ്റ് ചെയ്യുക. രണ്ടുപേരെയും വോളിയം ഈക്വൽ ആയിരിക്കും. ഹെമിസ്ഫിയറിന്റെ വോളിയം കോണിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? നമുക്കറിയാം മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് ഫുൾ വോളിയത്തുമുള്ള കളിയാണ്. എന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുമ്പോൾ വോളിയത്തിൽ ചേഞ്ച് വരില്ല. അപ്പൊ ഞാനൊരു ഹെമിസ്ഫിയർ എടുത്ത് മെൽറ്റ് ചെയ്ത് വേറൊരു കോണായി കഴിഞ്ഞാൽ രണ്ടുപേരെയും വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പൊ വോളിയങ്ങൾ തമ്മിലാണ് ഇവിടെ ഇക്വേറ്റ് ചെയ്യുക. നമുക്കറിയാം 4/3πr³ ആണ് ആരുടെ വോളിയം? സ്ഫിയറിന്റെ വോളിയം. ഹെമിസ്ഫിയറിന്റെ അതിന്റെ നേരെ പകുതിയാണ്. അപ്പൊ എന്താവും? വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈക്വൽസ് വോളിയം ഓഫ് കോൺ. ഈ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുക. അപ്പൊ വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്താണ്? ഈ 4/3πr³ നേരെ പകുതിയാണ്. അതായത് 2/3πr³ ഈക്വൽസ്. ഇനി വോളിയം ഓഫ് കോൺ എന്താണ്? 1/3πr² എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ രണ്ടുപേരെ റേഡിയസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. രണ്ടുപേരെ റേഡിയസ് സെയിം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 6 ആണ്. ആ സെയിം റേഡിയസ് തന്നെയാണ് കോണിനും വരിക. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/3π into 6³ ഞാൻ ജസ്റ്റ് 6 into 6 into 6 എഴുതാണ്. ബാക്കിയുടെ 1/3π റേഡിയസ് സെയിം ആണെന്ന് പറഞ്ഞു. 6 into 6 ഹൈറ്റ് നമുക്ക് അറിയില്ല. ഇനി ക്യാൻസൽ കളറൊക്കെ ക്യാൻസൽ ചെയ്യാം. പൈ ഞാൻ ക്യാൻസൽ ചെയ്തു. ഡിവിഷൻ ബൈ 3 ക്യാൻസൽ ചെയ്തു. ഇവിടെ 2 6, ഇവിടെ 2 6. ഇനി എന്തൊക്കെയാ ബാക്കിയുള്ള? ഇവിടെ ഒരു 2 into 6 ഉണ്ട് അല്ലെ. 2 into 6 ഉണ്ട്. റൈറ്റ് സൈഡിൽ ഒരു h ഉണ്ട്. അപ്പൊ ഹൈറ്റ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി?
12 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ കോണിന്റെ ഹൈറ്റ് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചില ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരിക്കും, നമ്മൾ എന്താണ് വോളിയം, ഒരു ഹെമിസ്ഫിയറിനെ അല്ലെങ്കിൽ ഒരു സ്ഫിയർ, ഒരു വലിയ സ്ഫിയറിൽ നിന്ന് ഞാൻ ചെറിയ സ്ഫിയർ ഉണ്ടാക്കി, അപ്പൊ റേഡിയസ് എത്രയാണ്, അങ്ങനെ എത്ര സ്ഫിയർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ വരുമ്പോൾ വോളിയംസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. വലിയ സ്ഫിയറിന്റെ വോളിയം ഡിവൈഡ് ബൈ ചെറിയ സിലിണ്ടറിന്റെ വോളിയം, ചെറിയ സ്ഫിയറിന്റെ വോളിയം. അപ്പൊ ഇവിടെ എന്താണെന്ന്, ഒരു ഹെമിസ്ഫിയർ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് കോണാക്കുക എന്ന് പറഞ്ഞാൽ വോളിയം ചേഞ്ച് ചെയ്യില്ല. അപ്പൊ വോളിയത്തിന്റെ ഇക്വേഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെട്ടി കളയാനൊക്കെയാണ് ഉണ്ടാവുക, കാര്യമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. Question number 27. Consider the circle with the center at the origin and radius 10 units. Find the coordinates of the point where the circle cuts x and y axis. അപ്പൊ എന്താണ്, സെന്റർ ഒറിജിൻ ആണല്ലേ, സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ആണ്, റേഡിയസ് 10 ആണെങ്കിൽ x ആക്സിനെയും y ആക്സിനെയും കട്ട് ചെയ്യുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്യുക. Then check whether P6,8 is a point on the circle. P എന്ന് പറയുന്നത് പോയിന്റ്, 6,8 എന്ന് പറയുന്നത് പോയിന്റ് തന്നിട്ടുണ്ട്, അത് സർക്കിളിലെ പോയിന്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. Then write the equation of the circle. സർക്കിളിന്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 27. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 27 ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കാം. ഒരു സർക്കിൾ വേണം. സർക്കിൾ എന്താണ്, XY ആക്സിസ് ആണ് വരുന്നത് കൃത്യമായിട്ട്. ഓക്കെ, സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണെന്ന് പറയുന്നത്, അപ്പൊ 0,0 ആണ് സെന്റർ വരിക. റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ എല്ലാ സൈഡിലേക്കും റേഡിയസ് 10 ആയിരിക്കും. ഓക്കെ, 10 യൂണിറ്റ്സ് ആണ് എല്ലാത്തിലേക്കും വരിക. അപ്പൊ എ പാർട്ട് ക്വസ്റ്റ്യൻ എക്സ് ആക്സിനെയും വൈ ആക്സിനെയും ഇത് എവിടെയൊക്കെ വെച്ച് കട്ട് ചെയ്യും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എക്സ് ആക്സിന് ആദ്യം ഇതല്ല എക്സ് ആക്സ്, ഇവിടെ എക്സ് ഡാഷ് വരും. എക്സ് ആക്സിന് ഇവിടെയും കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്യും. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്യുന്നത് എന്താണ്, എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ തന്നെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്, ഈ പോയിന്റ് ഇത് ബി, ഇത് സി, ഇത് ഡി. അപ്പൊ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്, എയും സിയും എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റ് നോക്കിയേ, എക്സ് ആക്സിസുമായോണ്ട് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് എന്ത് വരും, 10 വരും, കാരണം എന്താണ്, റേഡിയസ് ആണത്. ഇനി ലെഫ്റ്റ് സൈഡിൽ സിയിലേക്ക് വരുമ്പോൾ എന്താണത്, നെഗറ്റീവ് പോർഷൻ ആണെന്ന് മാത്രം, -10,0 ആണ് വരിക. ഇനി അതുപോലെ തന്നെ വൈ ആക്സിസ്, വൈ ആക്സിനെ കട്ട് ചെയ്യുന്നത് ഏതൊക്കെയാ, ബിയും ഡിയും ആണ്. വൈ ആക്സിസ് ആയതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റുകളായിരിക്കും അവിടെ 0 വരിക. എക്സ് കോർഡിനേറ്റ് രണ്ട് സ്ഥലത്തും 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്ത് വരും, ബി എന്ന് പറയുന്നത് മുകളിലേക്കാണ് അല്ലെങ്കിൽ ടോപ്പ് പോർഷനിലേക്ക്, അല്ലെങ്കിൽ പോസിറ്റീവ് പാർട്ടാണ്, അപ്പൊ അത് 10 വരും. ഡി ഇരിക്കുന്നത് താഴെയാണ്, അതായത് നെഗറ്റീവ് പോർഷനിലാണ്, അത് -10 എന്ന് വരും. ഓക്കെ, അപ്പൊ എക്സ് ആക്സിനും വൈ ആക്സിനും കട്ട് ചെയ്യുന്ന പോയിന്റ്സ് എനിക്ക് കിട്ടി. ഇനി എന്താണ് വേണ്ടത്, 8, 6 ഒരു പോയിന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഇപ്പൊ P6,8 ഈ പോയിന്റ് സർക്കിളിലുള്ള പോയിന്റ് ആണോ അല്ലയോ. ഇപ്പൊ നമുക്കറിയാം സർക്കിളിലുള്ള പോയിന്റ് ആണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ടു സെന്റർ എന്തായിരിക്കും, റേഡിയസ് ആയിരിക്കും, അതായത് 10 കിട്ടണം. ഇവിടുത്തെ സെന്റർ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ പിയും സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് OP എടുക്കുക. OP എടുക്കുമ്പോൾ നമുക്ക് റേഡിയസ് ആണ് കിട്ടുന്നത് നോക്കുക. OP എടുക്കുമ്പോൾ എന്താണ്, സെന്ററിലേക്ക് ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ 6² + 8² കണ്ടാൽ മതി. എന്ത് വരും, 36 + 64 ദാറ്റ് ഈക്വൽസ് √100 ദാറ്റ് ഈക്വൽസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് ആണ്. OP is a radius. OP റേഡിയസ് ആണെങ്കിൽ എന്താണ്, സെന്ററിൽ നിന്ന് റേഡിയസിന് ആ ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത്, ഈ പറയുന്ന P എന്ന് പറയുന്ന പോയിന്റ്. സോ P ഈസ് ഓൺ ദി സർക്കിൾ. അപ്പൊ സർക്കിളിലുള്ള പോയിന്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, ആ പോയിന്റിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് റേഡിയസ് ആണോ എന്ന് നോക്കുക. റേഡിയസിന്റെ ലെങ്ത് ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എന്താണ്, സർക്കിളിലുള്ള പോയിന്റ് ആണ്. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതാനാണ്. ഇക്വേഷൻ ഓഫ് സർക്കിൾ നമുക്കറിയാം എന്താണ്, x - a² + y - b² ഈക്വൽ ടു റേഡിയസിന്റെ സ്ക്വയർ. ഇങ്ങനെയാണ് വരാം അല്ലെ. അപ്പൊ നോക്കിയേ, ഇതില് എയും ബിയും സെന്ററിന്റെ കോർഡിനേറ്റ്സ് ആണ്. ഇവിടെ എയും ബിയും എന്താണ്, ഒറിജിൻ ആയതുകൊണ്ട് തന്നെ എയും 0 ആണ്, ബിയും 0 ആണ്. വിച്ച് മീൻസ് x² + y² ഈക്വൽ ടു r² അല്ലെങ്കിൽ 100. 10ന്റെ സ്ക്വയറിലാണ് 100 ആണ്. അപ്പൊ x² + y² ഈക്വൽ ടു 100 എന്നുള്ളതാണ് ഈ സർക്കിളിന്റെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ വെച്ച് എഴുതാവുന്നതാണ്. എ പാർട്ടിന്റെ ആളു, ബി പാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. സി പാർട്ട് എന്ത് ചെയ്യാം, ആ സർക്കിളിന്റെ ഇക്വേഷൻ ചെയ്താൽ അവിടെ ഒറിജിൻ എന്താണ്, സെന്റർ ആയതുകൊണ്ട് എയും ബി ഒക്കെ 0 ആയി പോയി. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാനും പറ്റി. ഓക്കെ, നമുക്ക് 28ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തീരാണ്. 2 ക്വസ്റ്റ്യൻ കൂടിയാണുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 28.
ഓക്കെ, അപ്പൊ നമ്മള് പ്രതീക്ഷിച്ച ചോദ്യമാണ് എന്ത്, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും, അല്ല മീഡിയം കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പൊ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ടേബിൾ അനലൈസ് ചെയ്യുക. when the heights are written in ascending order, height of which student is taken as median. അതാണ് ആദ്യത്തെ ചോദ്യം. പൊസിഷൻ, ഹൈറ്റിന്റെ പൊസിഷൻ ആണ് എ പാർട്ട് ക്വസ്റ്റ്യൻ. ബി പാർട്ട് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 120 മുതൽ 170 വരെയാണ്. നമുക്കപ്പോൾ ടേബിൾ ഒന്ന് റീ എഴുതണം. ഓക്കെ, ടേബിൾ ഒന്ന് നമ്മളൊന്നുകൂടി എഴുതണം. ഹൈറ്റ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് വേണ്ടത്. ദെൻ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, അപ് ടു 130 വെച്ചിട്ടാണ് എഴുതുക അല്ലെ. 1 to 130, അപ് ടു 140, അപ് ടു 150, അപ് ടു 160, അപ് ടു 170. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഫ്രീക്വൻസി ആയിട്ട് ആഡ് ചെയ്ത് എഴുതാം. ഫസ്റ്റ് 2 ആണ്. ദെൻ 2 + 7 9 വരും. 9 + 10 ആണ്, അപ്പൊ 19 വരും. ദെൻ 19 + 5 24 വരും. ദെൻ 25 വരും. ഇനി എ പാർട്ട് ക്വസ്റ്റ്യൻ മീഡിയനിന്റെ പൊസിഷൻ ആണ് അല്ലെ, പൊസിഷൻ ആണ്. ഇപ്പൊ മീഡിയൻ പൊസിഷൻ നമ്മൾ പറഞ്ഞതാണ്, ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓഡ് നമ്പർ വരുന്ന കേസിൽ 1 ആഡ് ചെയ്യുക, ദെൻ ഡിവൈഡ് ബൈ 2 ചെയ്യുക. ദാറ്റ് ഈക്വൽസ് 26/2. 13 ആണ് മീഡിയന്റെ പൊസിഷൻ വരാം. മീഡിയന്റെ പൊസിഷൻ 13 ആണെങ്കിൽ അത് എവിടെ വരും, ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലായിരിക്കുമല്ലോ വരാം. മീഡിയന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 13 ആണെങ്കിൽ അത് ഇവിടെ ആയിരിക്കും വരാം. അതായത് 9 കഴിഞ്ഞിട്ടുണ്ട് 19ന്റെ ഉള്ളിൽ, അതായത് ഈ ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ് പറയുന്നത് ഏതാണ്, 140 150 ആണ്. നമ്മുടെ ബി പാർട്ട് ക്വസ്റ്റ്യൻ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മുടെ മീഡിയൻ ക്ലാസ് ഏതാണ്, 140 150 എന്നുള്ളതാണ്. അതിന്റെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്, അത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ നോക്കണം. ഓക്കെ, ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് ആയിട്ട് വന്നത് 140 150. അതിന്റെ മീഡിയൻ ക്ലാസിന്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി വന്നത് 10 ആണ് അല്ലെ. ക്ലാസ് വിഡ്ത്ത് 140 150 എന്ന് പറയുമ്പോൾ 10 തന്നെയാണ് വരിക അല്ലെ. 150 - 140 10 ആണ് ക്ലാസ് വിഡ്ത്ത് വരിക. ഇനി ആ ക്ലാസിന്റെ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി എത്ര തന്നെയാണ്, 10 തന്നെയാണ് വന്നത് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇനി ക്ലാസ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ക്ലാസ് ഫ്രീക്വൻസി ചെയ്ത് നോക്കുക. 10 / 10 ദാറ്റ് ഈക്വൽസ് ടു 1. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 140 141 ഇതിന് രണ്ടിന്റെ ഇടയിലായിരിക്കും ആര് വരിക, തൊട്ട് മുമ്പ് ഇവിടെ വന്നു 9 വരെ വന്നു. അപ്പൊ 10 ആണ് ആദ്യം വരുന്ന പൊസിഷൻ. ഇവിടെ 10th പൊസിഷനിൽ വരുന്ന ആരാണ്, ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള വാല്യൂ ആയിരിക്കും ഏതാണ്, 140.5 അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് ക്ലാസ് വിഡ്ത്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസിന്റെ സ്റ്റാർട്ടിങ് ഏതാണ്, 140 നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പൊ 1 ആഡ് ചെയ്യാം, 141. 140യുടെയും 141ന്റെ ഇടയിലാണ് 140.5 വരാം. നമുക്ക് വേണ്ടത് 13 ആണല്ലേ പൊസിഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 11 ആണ് പൊസിഷൻ വരിക. അപ്പൊ ഇവിടെ 142 11 പൊസിഷൻ വരുമ്പോൾ എന്ത് വരും, ഇവിടെ 141.5 എന്ന് വരും. അതാണ് 11 പൊസിഷൻ വരിക. ഇനി പൊസിഷൻ 12 143, ഇവിടെ 142.5. അടുത്താണ് 13th പൊസിഷൻ, അപ്പൊ 144 ആയി, ഇവിടെ 143.5. അപ്പൊ നമ്മളെ മീഡിയൻ ഹൈറ്റ് ഈക്വൽ ടു എന്ത് വന്നു, ഹൈറ്റ് ഈക്വൽ ടു 143.5 എന്നാണ് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ. 143.5 എന്നാണ് എന്ത്, നമ്മുടെ മീഡിയൻ ഹൈറ്റ് വന്നത്. അവിടെ എത്രയാണ്, സെന്റിമീറ്റർ ആണ്. അപ്പൊ 143.5 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത ഓൾമോസ്റ്റ് സിമിലർ മെത്തേഡ് തന്നെയാണ്. ഇവിടെ ഹൈറ്റ് ആയി എന്നുള്ളൂ, വേറെ വ്യത്യാസമുള്ള സ്റ്റെപ്പുകളൊക്കെ സിമിലർ ആണ്. ആദ്യം എന്ത് ചെയ്യുക, ടോട്ടൽ പൊസിഷന്റെ കൂടെ 1 ആഡ് ചെയ്ത്, അല്ലെങ്കിൽ ഈവൻ ഓഡ് നമ്പർ ആണെങ്കിൽ 1 ആഡ് ചെയ്ത് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ പൊസിഷൻ കിട്ടും. ഓൾമോസ്റ്റ് എല്ലാത്തിലും നമുക്ക് ഓഡ് നമ്പർ തന്നെയാണ് വരല്. അങ്ങനെ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മീഡിയൻ ക്ലാസ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, ആ ക്ലാസ് വിഡ്ത്തിനെ ക്ലാസിന്റെ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ സെന്റർ, ആ ഫസ്റ്റ് വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള അതിന്റെ സെന്റർ ആണ് നമ്മളുടെ ഫസ്റ്റ് പൊസിഷൻ വരിക. അതായത് തൊട്ട് മുകളിലുള്ള 9 കഴിഞ്ഞാൽ 10th പൊസിഷൻ വരുന്ന ആരാണ്, ഇവർ രണ്ടുപേരുടെയും ഇടയിലുള്ള വാല്യൂ, 140യുടെയും 141ന്റെ ഇടയിലുള്ള 140.5. ഇത് നമുക്ക് എത്ര പ്രാവശ്യം കൂട്ടണം, 11 12 13 3 പ്രാവശ്യം കൂട്ടണം. എന്താണ്, ഈ 1 തന്നെയാണ് കൂട്ടുക. ഈ 1 തന്നെയാണ് എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് പോയത് അല്ലേ. 1 ആഡ് ചെയ്തു, 1 ആഡ് ചെയ്തു, 1 ആഡ് ചെയ്തു. 3 പ്രാവശ്യം ആഡ് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 140.5 + 3 = 143.5. കാരണം എന്താണ്, 10 to 13 പോകണമെങ്കിൽ 3 പൊസിഷൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക,
3 ഇൻറ്റു ഈ ക്ലാസ് നമുക്ക് ഈ ഒരു 1നെ എന്ത് ചെയ്യാം 3 വെച്ച് മൾട്ടിപ്ലൈ ആയിട്ട് അങ്ങനെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതാവുന്നതാണ്. ഓക്കെ, അതായത് എന്ത് ചെയ്യാം, മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്, പൊസിഷൻ 13th ആണ് അല്ലെ. അപ്പൊ എന്താണ് 140.5 പ്ലസ് 3 ഇൻറ്റു 1. 1 എന്ന് പറയുന്നത് ഈ 1 ആണ്. 3 എന്ന് പറയുന്നത് 10th പൊസിഷൻ ആണ് ഇത് അല്ലെ. 140.5 എന്ന് പറയുന്നത് 10th പൊസിഷൻ ആണ്. 11, 12, 13 മൂന്നെണ്ണം ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്തെന്നെ കിട്ടും 143.5 സെന്റിമീറ്റർ തന്നെ കിട്ടും. ഓക്കെ, സെയിം സാധനം തന്നെ ഞാൻ രണ്ട് മെത്തേഡിൽ, ഒന്നുകിൽ ഈ ഒരു സ്റ്റെപ്പിന് പകരം എന്ത് ചെയ്യാം ഇങ്ങനെയും എഴുതാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും മീഡിയൻ കാണാനുള്ള ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് മീഡിയൻ കാണാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എന്ത് ചെയ്യാം എന്തായാലും പഠിച്ചിരിക്കണം. സോ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ എന്താണ്, ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് വായിച്ച് നോക്കിയിട്ട് ഇവിടെ തന്നെ നമുക്ക് പറയാവുന്ന ഉത്തരമായിരിക്കും അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, തന്നങ്ങളുടെ കാര്യങ്ങൾ വായിച്ചു നോക്കുക. 3 = 1 + 2, 5 = 2 + 3, 6 = 1 + 2 + 3, 7 = 3 + 4, 9 = 5, 4 + 5 അങ്ങനെ പോയേക്കാണ്. All odd numbers other than 1 can be written as sum of two consecutive natural numbers. നോക്കിയേ, ഓഡ് നമ്പേഴ്സ് എന്താണ് 3. എനിക്ക് അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് സമ്മായിട്ട് കിട്ടി 1 + 2. 5 അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് ആണ് 2 + 3, കുഴപ്പമില്ലല്ലോ. ഇനി 7 അതൊരു ഓഡ് നമ്പർ ആണ്. എനിക്ക് എന്ത് കിട്ടി 3 + 4 അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിന് സമ്മായിട്ട് കിട്ടി. 11 എന്താണ് 9 4 + 5, 11 5 + 6. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അടുത്തടുത്തുള്ള രണ്ട് ഓഡ് നമ്പേഴ്സ് സമ്മായിട്ട് എനിക്ക് അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് സമ്മായിട്ട് എല്ലാ ഓഡ് നമ്പേഴ്സിനും എഴുതാൻ പറ്റുന്നുണ്ട്. Even numbers which are powers of 2 cannot be written as the sum of consecutive natural numbers. അതായത് 2ന്റെ പവർ ആയിട്ടുള്ളവർ ആരെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ രീതിയിൽ സം ചെയ്ത് എഴുതാൻ പറ്റില്ല. 2 4 8 16 32 അങ്ങനെയുള്ള നമ്പേഴ്സ് ഒന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സം ആയിട്ട് എഴുതാൻ പറ്റില്ല. The even numbers which are not powers of 2 can be written as sum of 3 or more consecutive natural numbers. എന്ന് പറയുന്നത് എന്താണ്, 2ന്റെ പവേഴ്സ് അല്ലാത്ത ബാക്കി ഇവൻ നമ്പേഴ്സ്, അതായത് 2 4 കഴിഞ്ഞാൽ പിന്നെ 6 വരും. 6ന് എനിക്ക് എന്ത് എഴുതാം 1 2 3 3 അടുത്തടുത്തുള്ള നമ്പേഴ്സ് സമ്മായിട്ട് എഴുതാം. 6 കഴിഞ്ഞാൽ പിന്നെ 8 ആണ്. 8 2ന്റെ പവർ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് 10 ആണ്. 10ന് എനിക്ക് എന്ത് എഴുതാം 1 2 3 4 ഇതിന്റെ 4 സമ്മായിട്ട് എഴുതാം. ദെൻ 12ന് എനിക്ക് എന്ത് എഴുതാം 1 2 3 4ന്റെ കൂടെ 3 4 5 എന്ത് ചെയ്യാം അടുത്തടുത്തുള്ള 3 നാച്ചുറൽ നമ്പേഴ്സ് സമ്മായിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റുന്നതാണ് അവർ പറയുന്നത് അല്ലെ. അതായത് 2ന്റെ പവേഴ്സ് അല്ലാത്ത എല്ലാ ഈവൻ നമ്പേഴ്സിനെയും നമുക്ക് എന്ത് എഴുതാം, ഈ പറയുന്ന രീതിയിൽ സമ്മായിട്ട് എഴുതാം. 2 അതിൽ കൂടുതലോ അല്ലെങ്കിൽ 3 അതിൽ കൂടുതലോ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിനെ സമ്മായിട്ട് എനിക്ക് എന്ത് എഴുതാം, 2ന്റെ പവേഴ്സ് അല്ലാത്ത ഈവൻ നമ്പേഴ്സിനെ എഴുതാം. ഇനി ഓഡ് നമ്പർ ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും നമ്പേഴ്സിന്റെ സമ്മായിട്ട് എനിക്ക് എഴുതാം. അത് ഏത് ഓഡ് നമ്പർ ആയാലും അങ്ങനെ എഴുതാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ എന്താണ്, റൈറ്റ് 13 ആസ് സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, 13 എന്ത് ചെയ്യുക, അതുപോലെ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് സമ്മായിട്ട് എഴുതാം. അപ്പൊ 13 നമുക്ക് എന്ത് ചെയ്താം, അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, 13ന് അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് സമ്മായിട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, 6 + 7 13 അല്ലേ. 6ഉം 7ഉം അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണ്. അങ്ങനെ ആഡ് ചെയ്ത് എഴുതാനും പറ്റി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആരാണ്, അടുത്ത ക്വസ്റ്റ്യൻ 14 അങ്ങനെ എഴുതാന്നുള്ളതാണ്. ഓക്കെ, 14നെ അങ്ങനെ എഴുതാന്നുള്ളതാണ്. ഓക്കെ, എഴുതാൻ പറ്റില്ല എന്ന് നോക്കിയേ. 14 2 + 3 + 4 + 5. 14 എന്ന് പറയുന്നത് എന്താണ്, 2ന്റെ പവർ അല്ല. 2ന്റെ പവർ 2 വരും, 4 8 പിന്നെ 16 ആണ് വരിക. അപ്പൊ എന്താണ് 8 കഴിഞ്ഞാൽ പിന്നെ 16 ആണ്. അപ്പൊ 14 എന്തായാലും എഴുതാൻ പറ്റുന്നതാണ്. 2 + 3 5 ആണ്. 5 + 4 9, 9 + 5 14. കിട്ടിയില്ലേ? ഓക്കെ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ആലോചിച്ച് എഴുതാവുന്നുള്ളൂ കേട്ടോ. ദെൻ സിയിലേക്ക് വരുമ്പോഴാണ് നമുക്കൊന്ന് കൺഫ്യൂഷൻ ആവുക. എന്താണ് 101നെ ഇതുപോലെ സമ്മായിട്ട് എഴുതണം. ഓക്കെ, രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മായിട്ട് 101നെ എഴുതണം. 101 എങ്ങനെ എഴുതും ഒന്ന് ആലോചിച്ചേക്കേ. ഓക്കെ, ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇവിടെ 13 ആയിരുന്നു അല്ലെ. 13 തൊട്ടുമ്പോ തൊട്ടുമ്പോൾ അത് 12 ആണ്. 12നെ പകുതിയാക്കുക, എത്രയായി 6 ആയി. 6 + 7 എഴുതി അല്ലെ. ഞാൻ എന്ത് ചെയ്യാണ്, 101ന് തൊട്ടുമ്പോൾ ആരാണ്, 100 ആണ്. 100ന്റെ പകുതി ആരാണ്, 50 ആണ്. അപ്പൊ ഞാൻ 50 + 51 എഴുതി. കിട്ടിയില്ല നോക്കി, 101 കിട്ടിയെന്ന് നോക്കി. അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് ആണ്, കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 101 കിട്ടി അല്ലെ. അപ്പൊ അതുപോലെയാണ് നമ്മൾ എഴുതുക. എന്താണ്, തന്നിരിക്കുന്ന നമ്പർ തൊട്ടുമ്പോൾ നമ്പർ ഏതാന്ന് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ അതിനെ പകുതിയാക്കുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, ആദ്യത്തെ നമ്പർ കിട്ടും. +1 ചെയ്തിട്ട് ആ നമ്പർ കൂടി എഴുതി കഴിഞ്ഞാൽ അടുത്ത നമ്പറും കിട്ടി.
ഓക്കെ, സോ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടാവുന്നുള്ളൂ അല്ലെ. ഇനി ഡി എന്താണ്? ഫൈൻഡ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 20 and 100 ദാറ്റ് cannot be written as a sum of consecutive natural numbers. അപ്പൊ 20ന്റെയും 100ന്റെയും ഇടയിലുള്ള നമ്പേഴ്സിനെ കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലെ. 20ന്റെയും 100ന്റെ ഇടയിൽ ഇതുപോലെ സമ്മായിട്ട് എഴുതാൻ പറ്റാത്തവർ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആരാണ്? 2ന്റെ പവേഴ്സ് ആണ്. അപ്പൊ 20 കഴിഞ്ഞാൽ 2ന്റെ പവർ, അതായത് 16 ആണ്. നമ്മൾ 2ന്റെ പവേഴ്സ് ജസ്റ്റ് എഴുതി വെക്കാം. 2, 4, 8, 16, 32, 64, 128 അങ്ങനെയാണ് പോകണം അല്ലെ. അതായത് നേരെ ഇരട്ടിയാക്കി പോരാ. 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16 32 അങ്ങനെ പോവാം. അപ്പൊ ഇതില് 20യുടെയും 30യുടെയും ഇടയിൽ ആരൊക്കെ വരുന്നുണ്ട്? 20യുടെ ഇടയിൽ 32, 64 അല്ലേ വരുന്നുള്ളൂ. അപ്പൊ രണ്ട് നമ്പറുകൾ ആരൊക്കെയാണ്? 32 and 64. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടിയില്ലേ? ഓക്കെ, ഒന്ന് ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉള്ളൂ. നമുക്ക് മുകളിൽ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾമോസ്റ്റ് കഴിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. 29 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? ആൻസർ ചെയ്തു. 29 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു. അപ്പൊ ഈ സെഷൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 hour എങ്കിലും മാറ്റി വെക്കാൻ ഉണ്ടാവണം ഈ ഒരു സെഷനിൽ അല്ലെ. അപ്പൊ നമ്മൾ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്തെത്തിയിട്ടുണ്ട് അല്ലെ. ഓൾമോസ്റ്റ് ഒരു 1 hour തന്നെയാണ് നമുക്ക് ഈ ഒരു സെഷൻ ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു സെഷനിൽ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ്, എക്സാം ഹോളിലാണെങ്കിൽ ഇതിനകത്ത് 6 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ആ 6 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഏറ്റവും ചുരുങ്ങിയത് ഒരു 1 hour എങ്കിലും മാറ്റി വെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, ആദ്യത്തെ പാർട്ട്, ആദ്യത്തെ 2 ഫസ്റ്റ് 1, 2, 3 3 പാർട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 1.5 മണിക്കൂറിൽ തീർത്തിട്ട് ലാസ്റ്റ് ഒരു മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. എന്നാലാണ് നമുക്ക് ഈ പാർട്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ പാർട്ടിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരാം. 30 മാർക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് മാത്രം, ഓൾമോസ്റ്റ് പകുതിയോളം ഈ ഒരു പാർട്ടിൽ നിന്ന് മാത്രം വന്നു കഴിഞ്ഞു മാർക്ക്. അപ്പൊ ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. മാത്സ് ആണ്, നല്ല രീതിയിൽ ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യരുത്? എപ്പോഴും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഇതുപോലെ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എടുക്കുക, ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മെത്തേഡ്. നിങ്ങൾ ഒരിക്കലും നോക്കി അല്ലെങ്കിൽ വായിച്ച് മാത്സ് പഠിക്കരുത്. നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. എന്നാലാണ് നമുക്ക് എക്സാമുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൈ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ കൈ തന്നെ വരും, ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ വരും, ചെയ്താണ് പഠിക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. മാത്സ് കാണാപ്പാഠം പഠിക്കരുത്, മനസ്സിലാക്കി ചെയ്ത് തന്നെ പഠിക്കുക. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് മറ്റൊരു സെഷനിൽ കാണാം. ഓക്കെ, ബൈ.